ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മൗറീഷ്യസ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ബീച്ചിൽ പോയിട്ട് ബോട്ടിങ് ചെയ്യുക എന്നുള്ളതാണ്. മൗറീഷ്യസ് ബീച്ചിൽ ബോട്ടിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ബീച്ചിൽ നിന്നുകൊണ്ട് നമ്മൾ അവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു ക്വാളിറ്റിയും ആ ക്രിസ്റ്റൽ ക്ലിയറും ടർക്കോയിഷ് ബ്ലൂ വാട്ടറൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് ബോട്ടിൽ പോകുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവാണ്, എത്രത്തോളം ഡെപ്ത് ഉണ്ട്, എന്തൊക്കെയുണ്ട് കാണാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോർമലി ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഫിഷിംഗ് ബോട്ടിൽ പോകാനൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ ഡയറക്റ്റ് ഒരു ബീച്ചിൽ ചെന്ന് അവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് അവൈലബിൾ ആണോ എന്നുള്ളത്. എന്തായാലും നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. ജയ് ഹോ കണ്ടില്ലേ, ഇന്ത്യൻ നെയിമാണ്. അങ്ങനെ നമ്മൾ അവിടെ ഒരു ഇന്ത്യൻ വംശജനെ കണ്ടെത്തുകയും ആളുടെ ബോട്ടിൽ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ഒന്ന് കടലൊക്കെ ഒന്ന് ചുറ്റി കണ്ടുവരാം. മൗറീഷ്യസിൽ 2-3 ജനറേഷൻ മുൻപ് അവിടേക്ക് കുടിയേറി പാർത്ത ഇന്ത്യൻ വംശജർ കുറേ പേരുണ്ട്. അപ്പോൾ അതിലൊരാളാണിത്. ഞങ്ങളൊരു ബോട്ട് ട്രിപ്പിന് പോകുന്നുണ്ട് കേട്ടോ, സീയിലേക്ക്. നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇതൊക്കെ എടുക്കണോ ഓരോന്ന് രണ്ടെണ്ണം ഞാൻ എടുക്കാം. थैंक यू। एक गुरु के साथ जा रहे हैं। ओ गुरु के साथ जा रहे हैं। 30 बरस से मैं समुद्र में। അവരോട് ചോദിച്ചാൽ എന്താന്ന് ഏത് क्या है दूर में देखता है आइलैंड आइलैंड है पूछना क्या और शिप है ബോട്ട് കയറിയില്ല എന്നുള്ള തരത്തില് मॉरिशस अच्छा लगा? नाइस अच्छा लगा? नाइस नाइस नाइस. एक हाय बोलो ना. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ കൊണ്ടുപോകുന്ന ചേട്ടൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചേട്ടനാണ്. നമ്മൾ പറയുന്നതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ഒരുവിധം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും. हाय संभार चिल्ली. ¿Cómo está? ഇതുപോലെ വന്നൊരു വേറെ ഉണ്ട് അല്ലേ? അവരെങ്ങനെ വണ്ടിയിലെ അവരിങ്ങനെ പൊന്തി കിടന്നുണ്ടോ? അത് അവർക്ക് മറ്റേതുകൊണ്ട് മറ്റേ ഓക്സിജൻ കിട്ടാനായിട്ട് കുറച്ച് തല മുങ്ങി കഴിഞ്ഞ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയത്. അതാ അതില് മീനുണ്ട്. മീനല്ല മീൻ. മീനുകൾ വരാൻ. അങ്ങനെ നമ്മളെ പോലെ തന്നെ ബോട്ട് എടുത്ത് ബീച്ചൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള കുറേ ഫോറിനേഴ്സും കുറേ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. ഒരു മീൻ കാണുന്നതും സ്നോർക്കലിംഗ് ചെയ്യുന്നതും സ്കൂബ ഡൈവിങ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം.
ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് അടിഭാഗം കാണാം, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിനുശേഷമാണ് നമുക്ക് വേവ്സ് ഒക്കെ വരുന്നത് തന്നെ. അപ്പം അത്രയും ദൂരം അധികം താഴ്ചയില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റലായിട്ട് നമുക്ക് അടിഭാഗം മൊത്തം കാണാൻ പറ്റും നന്നായിട്ട്. നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തിന്നാൻ വരുന്ന മീനുകളെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒത്തിരി മീനുകളുണ്ടായിരുന്നു, നമുക്ക് നന്നായി കാണാൻ പറ്റും. बहुत अच्छा है केक केक नहीं है ബിസ്ക്കറ്റ് മാരിഗോൾഡ് ചെയ്യാൻ കുറച്ച് പോട്ടിടാം. അപ്പം നല്ല രസകരമായ ബോട്ടിംഗ് യാത്രയായിരുന്നു. കുറേ കാണാനുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് വളരെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ പോകുമ്പോൾ ബോട്ട് യാത്ര ഒരിക്കലും മിസ്സാക്കരുത്. എന്തായാലും ബുക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കണം. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ കമൻസുകളും സപ്പോർട്ടും ഷെയറും ലൈക്കും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.